കൂടി എടുത്തണം. ശമ്പള തിന്നാന് 3 നേരം തിന്നാൻ തരുന്നില്ലേ ശമ്പളം. അത് മോള് പറയാ എനിക്ക് ശമ്പളം തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 3 നേരം തിന്നാൻ തരുന്നില്ലേ എന്ന് പറഞ്ഞു. അതെന്നെ വലിയ കാര്യമാണെന്നൊരു അല്ല. പിന്നെ ഇങ്ങനെ എൻ്റെ ചെറുതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ വായിലിനാ വളക്കും കേട്ടാ. മാഷാ അല്ലാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എപ്പോഴും വിളിച്ചാൽ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ സെൻസൈഡ് വൃത്തിയാക്കുക. ഇപ്പം അടുത്ത മാസം മുതൽ മഴ പെയ്യാൻ തുടങ്ങിയില്ലേന്ന് ഞാൻ കാര്യമായിട്ട് പറയും. ഇന്ന് എനിക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് തീരെ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇത്രയും ദിവസം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടിന് പോയിട്ട് ഞാൻ എങ്ങനെ സെൻസൈഡ് വൃത്തിയാക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും മേലയിൽ കയറിയിട്ട് സെൻസൈഡൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റുമോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നു വിചാരിച്ചിട്ട് ഞാനും ചെറിയ മോളും കൂടിയാണ് ഇന്ന് സെൻസൈഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയത്. നീന് വൃത്തിയാക്കിനോ എന്ന് ഹസ്ബൻഡ് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ സെൻസൈഡ് ചെരുവല്ലല്ലോ. ചെരുവാണെങ്കിൽ മഴ പെയ്താൽ വെള്ളം ശരിക്കും താലേക്ക് വീകും. ഇപ്പം വരുന്ന എല്ലാ സെൻസൈഡ് ഇങ്ങനെയാണല്ലോ. എൻ്റെ മാത്രമല്ല, എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂ. എൻ്റെ സെൻസൈഡിൽ മഴ പെയ്താൽ ചെറുതായിട്ട് വെള്ളം അവിടെ ഇവിടെയെല്ലാം കെട്ടിക്കിടക്കുന്നു. അപ്പോൾ അത് ചുമരിന് ബുദ്ധിമുട്ടാണല്ലോ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് കാര്യമായിട്ട് നാട്ടിൽ വന്നത് 1 മാസത്തേക്ക്. എപ്പോൾ എന്നോട് പറയും അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് പണിക്കാരെ വെച്ചിട്ട് കാര്യമായിട്ട് സെൻസൈഡിൽ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്താൽ സ്പീഡിൽ വെള്ളം പൈപ്പിലൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പൊക്കെ അവിടെ ഇവിടെയെല്ലാം കെട്ടിക്കിടന്നാൽ വെള്ളം ശരിക്കും പോകില്ലല്ലോ. അതുകൊണ്ടാണ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, ഇനി അത് വൃത്തിയാക്കി എന്നാൽ മാത്രമേ മഴ പെയ്താൽ വെള്ളം പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുമെന്ന്. അപ്പോൾ അതാണ് സംഭവം കേട്ടാ. എൻ്റെ ഡ്രസ്സ് വാഷിയിൽ അത് ആറിയിടലൊക്കെ ഇവിടെയാണ് കേട്ടാ. മേലയിലെ പുറത്ത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നിലത്തെ പണിയൊന്നും തീർത്തിട്ടില്ല. മേലയിലെ 3 റൂമിൽ പണി തീർക്കാനുണ്ട്. അന്നേരം എല്ലാം ഒരുമിച്ചിട്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഹോം ടൂറിൽ ഞാൻ മേലയിലെല്ലോ കാണിച്ചിട്ടില്ലെന്ന് എനിക്കറിയില്ല. അല്ല വീട് ഹോം ടൂർ കാണിക്കുന്നുള്ള ചോദിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീടും കാണിക്കാം ഇൻഷാ അല്ലാ. അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. താഴെ പിന്നെ മോള് വൃത്തിയാക്കുന്നുണ്ട്. അതായത് ഞാൻ കിടക്കുന്ന റൂം, അവൾ കിടക്കുന്ന റൂം, ഹാള് ഒക്കെ അവൾ ക്ലീൻ ആക്കുന്നുണ്ട്. ചില സമയം അങ്ങനെയാണ് കേട്ടോ. അവൾക്ക് എന്താ പറയുക, ചില ദിവസം നല്ല മൂടാണെങ്കിൽ അവൾ എല്ലാം ചെയ്യും. ചില ദിവസങ്ങളിൽ പിന്നെ ഉരുട്ടി കൊണ്ടുപോകും. അങ്ങനെ ഉരുട്ടുന്ന ദിവസം ഞാൻ മക്കളെ കാത്തിക്കില്ല, ഞാൻ തന്നെ അങ്ങ് ചെയ്യുക. അല്ലാഹു അക്ബർ, ഞാൻ തന്നെ ചെയ്യും കേട്ടാ. പിന്നെ അങ്ങനെയാണ്. അപ്പം മോള് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റും അത് ഇതൊക്കെ അവൾ പിരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ റൂമിൽ വന്ന് കയറി. അപ്പോഴേക്കും ഞാൻ മേലെ വൃത്തിയാക്കിയതാണല്ലോ, അതുകൊണ്ട് ഞാൻ അപ്പോഴേക്ക് കുളി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ റൂമിൽ കയറും. അങ്ങനെ മോള് വൃത്തിയാക്കിയ ഓരോ റൂമും ഞാനിങ്ങനെ പോയി നോക്കിയിരുന്നു എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ. ചില സമയം കമൻ്റ് കാണാം ക്ലാരിറ്റി കുറവാന്ന് സംസാരിക്കുന്നതിലും എന്നെല്ലാം പറയുന്ന കേൾക്കലുണ്ട്. പക്ഷേ ഇല്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിനിടയിൽ വരുന്ന കുറേ മിസ്റ്റേക്കുകളാണ് കേട്ടോ. എന്താ ചെയ്യുക, പിന്നെ നമ്മൾ വീഡിയോ ഒന്നും നോക്കുന്നില്ലല്ലോ. പിന്നെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കും, അല്ല എന്താണ് ഈ പറഞ്ഞതെന്നല്ല. അങ്ങനെ വരുന്ന കുറച്ച് ഇതാണ് കേട്ടോ. എന്താ ചെയ്യാറബേ. അപ്പം ഞാൻ പറയും, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ഓരോരുത്തരുടെ രീതി എങ്ങനെ ആയിരിക്കും എന്ന് പറയും. പിന്നെ എന്താ ചെയ്യുക. അപ്പം ഞാൻ എവിടെയാന്ന് ബാക്കി വെച്ചത്. പിന്നെ ചില സമയം അവൾക്ക് നല്ല മൂടാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കി തരും. ചില സമയം അങ്ങനെയാണ് കേട്ടോ.
പിന്നെ മക്കള് വൃത്തിയാക്കിയാൽ നമ്മൾ എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ ആ കുറവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാടില്ല. എത്രയാണെങ്കിലും നല്ലത് പറയല്ലേ. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. ഇപ്പം നമ്മളെ നിരന്തരം ഒരാൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്താ അവരോട് തോന്നാം, അങ്ങേയറ്റം വെറുപ്പ് തോന്നുക അല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നൂല. അതേപോലെ തന്നെയാണ് മക്കൾ എന്ത് ചെയ്താലും അത് അവർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തന്നെയാന്ന് പറയുക. എന്നെങ്കിൽ അവർ പിന്നെയും ഓരോ പണിയൊക്കെയിട്ട് അവർ ഇറങ്ങും. അല്ലാതെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിന്നാൽ പിന്നെ അവർക്ക് എന്നും പിന്നെ എന്താ പറയുക, ഒരു വെറുപ്പുണ്ടാവുക. നമ്മൾ എന്തിനാ വൃത്തിയാക്കുന്നത്, പിന്നെ കുറ്റങ്ങളല്ലേ പറയാന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്താ പറയുക, കഴിയുന്നതും മക്കളായാലും മറ്റുള്ള ആയാലും നമ്മൾ അവരെ കുറവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിന് പകരം അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അത്രയെല്ലാം തന്നെയാണ്.